ഓൺലൈൻ തട്ടിപ്പിനെതിരെ പല രീതിയിൽ കേരള പോലീസിന്റെ ബോധവൽക്കരണം നടക്കുന്നു. ഫോണുകളിൽ റിംഗ് ടോണായി ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. എന്നിട്ടും മലയാളികൾ എന്തുകൊണ്ടാണ് ഓൺലൈൻ കെണികളിൽ വീഴുന്നത്? തട്ടിപ്പ് സംഘങ്ങൾ ഡോക്ടർമാരെയാണോ കൂടുതലായി ലക്ഷ്യമിടുന്നത്? ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ആലപ്പുഴ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും 7.5 കോടി രൂപ തട്ടിയെടുത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കേസിന്റെ അന്വേഷണം ചെന്നെത്തിയത് അന്താരാഷ്ട്ര കുറ്റവാളികളായ ചൈനീസ് പൗരന്മാരിലേക്കാണ്. മലയാളി യുവാക്കൾ ഉൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ തട്ടിപ്പുകളിൽ ഏറ്റവും കൂടുതൽ തുക തട്ടിയെടുത്ത കേസുകളിൽ ഒന്നാണിത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ വാർത്ത നമ്മളേറെ ചർച്ച ചെയ്തതാണ്. ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ വലിയ തുക വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത സംഭവം. നമ്മൾ ഇത് ഒരു ഉത്തരേന്ത്യൻ സംഘമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് തുടക്കത്തിൽ കരുതിയിരുന്നത്. പക്ഷെ ഇവിടെ ഒരു അന്താരാഷ്ട്ര കുറ്റവാളികൾ തന്നെ ഓൺലൈൻ തട്ടിപ്പിന് വേണ്ടി ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് തമ്പടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മലയാളി യുവാക്കളുമുണ്ട് എന്നാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞത് ശരണ്യ? ടോമ, ഈ കേസുകളെല്ലാം തന്നെ വിദ്യാസമ്പന്നരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ കേസുകളിലൊക്കെ തട്ടിപ്പിന് ഇരയായിട്ടുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസായിരുന്നു ചേർത്തലയിൽ നടന്നത്. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികൾ, ഇതിൽ തട്ടിപ്പിന് ഇരയായ പ്രമുഖ ഡോക്ടർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഡോക്ടർ ദമ്പതികളിൽ നിന്ന് ഏകദേശം 7 കോടി രൂപയോളമാണ് ഈ തട്ടിപ്പുകാർ നേടിയെടുത്തതെന്നുള്ളതാണ്. അതായത് ഓൺലൈൻ ഓഹരി വിപണിയിൽ വൻ ലാഭം നൽകാമെന്ന് പറഞ്ഞാണ് ഇവരെ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാക്കുകയും പണം പിൻവലിക്കുന്ന ഘട്ടത്തിൽ അത് ബൾക്കായ പണം ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഈ 2023 മുതൽ 24 വരെയുള്ള കാലയളവിലാണ് ഇവരുടെ പണം നഷ്ടപ്പെട്ടത്. അത് 7 കോടി രൂപയോളമായിരുന്നു എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്ത ഒരു കേസാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് അന്ന് നടക്കുകയും ചെയ്തിരുന്നത്. ഈ കേസിലാണ് സുപ്രധാനമായ കണ്ടെത്തലുകളിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലേക്ക് എത്തിച്ച തായ്വാൻ സ്വദേശികളായ 2 പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ കുറ്റകൃത്യങ്ങൾ, അതിന്റെ വേരുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. തായ്വാൻ സ്വദേശികളായ വെയിങ് ചുങ് വാൻ, ഒപ്പം തന്നെ ഷെയ്ൻ വെയ് ഹോ എന്നിവരെയാണ് ഇന്നലെ അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുകയും ആലപ്പുഴയിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് 2 പേരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഇവരൊക്കെ ഈ തട്ടിപ്പ് നടത്തിയത് ഈ തായ്വാനിൽ നിന്നുള്ള സിം കാർഡുകൾ എടുക്കുന്നു. തായ്വാനിൽ തന്നെ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ പൂർത്തീകരിക്കുകയും ഈ പ്രതികൾ നാട്ടിലുണ്ട്, അതായത് ഇന്ത്യയിലുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവിടെ അവരുടെ മറ്റ് രേഖകളൊക്കെ തന്നെയും ഈ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും സ്വന്തം നാട്ടിൽ അവശേഷിപ്പിച്ചിട്ടാണ് ഈ പ്രതികൾ ഇത്തരത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ കണ്ണികളുള്ള ഇവരെ ഗുജറാത്തിൽ നിന്നാണ് പിടികൂടിയത്. ഈ ഗുജറാത്തിലെ ജയിലിൽ ഇവരുമായി ബന്ധപ്പെട്ട 2 പേർ കൂടി ജയിലിലുണ്ട്. അവർക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട്, വിശാഖപട്ടണത്തെയൊക്കെ ചില തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട്, ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട് ഗുജറാത്ത് പോലീസിന്റെ പിടിയിലായിരുന്ന ഇവരെയാണ് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഇങ്ങോട്ട് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ചേർത്തല കോടതിയിൽ അതിന്റെ റിമാൻഡ് നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലാകുന്നത് കോഴിക്കോട് സ്വദേശികളായ കേസില് മലയാളി യുവാക്കളും പ്രതികളാണല്ലോ, പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതെങ്ങനെയാണ് മലയാളി യുവാക്കൾ ഈ കേസിന്റെ, ഈ തട്ടിപ്പിന്റെ ഒക്കെ ഭാഗമാകുന്നത്? പ്രതിഫലം കൊടുത്ത്, വലിയ തുക പ്രതിഫലം കൊടുത്ത് ഈ തട്ടിപ്പ് സംഘങ്ങൾ ഈ മലയാളി യുവാക്കളെ, കാരണം ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന ഈ എറണാകുളത്ത്, കൊച്ചിയിലെ ഒരു വീട്ടമ്മയിൽ നിന്നും സമാനമായ രീതിയിൽ പണം തട്ടിയെടുത്ത 4 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലും മലയാളി യുവാക്കൾ, മലപ്പുറം സ്വദേശികളായ യുവാക്കൾ പ്രതികളായിരുന്നു. എങ്ങനെയാണ് ഈ മലയാളികളെ ഈ സംഘത്തിലേക്ക് ഇവർ അടുപ്പിക്കുന്നത്? ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള, നമ്മൾ ആലപ്പുഴയിൽ എടുത്തിട്ടുള്ള കേസുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ളത്
വടക്കൻ മലബാറിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസിലും, അതായത് നേരത്തെ 12 ലക്ഷം രൂപ ഒരു വീട്ടമ്മയിൽ നിന്ന് ആലപ്പുഴയിൽ തട്ടിയെടുത്ത കേസിലും അറസ്റ്റിലായത് മലപ്പുറം മഞ്ചേരി സ്വദേശികളായ ആളുകളായിരുന്നു. പക്ഷേ അവരൊക്കെ തന്നെയും പലരും സ്വന്തം അക്കൗണ്ട് വ്യാജമായി, അതായത് പണത്തിന്റെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി സ്വന്തം അക്കൗണ്ടുകൾ, സ്വന്തം ID പ്രൂഫും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് മുഴുവൻ ഈ പറഞ്ഞ അക്കൗണ്ട് വാങ്ങുന്ന ആളായിരിക്കും. ഈ ആദ്യ കണ്ണിയായി എത്തുന്ന ആളുകൾ ഈ അക്കൗണ്ട്, ഓരോ അക്കൗണ്ടിലും ട്രാൻസാക്ഷൻ വരുമ്പോൾ ഇവർക്ക് വളരെ തുച്ഛമായ തുക നൽകിയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക് വരുന്ന ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വലിയ തോതിലാണ്. ഈ പണം കൈമാറ്റപ്പെട്ടാൽ അല്ലെങ്കിൽ പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കപ്പെട്ടാൽ അതിനൊരു കൃത്യമായ ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ ആരും ഈ കേസിൽ നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൽ ഈ പണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരിക്കലും ഈ തുക തിരിച്ചു പിടിക്കാനായി കഴിയില്ലെന്നുള്ള. പിന്നീട് ഇത് മറിഞ്ഞു പോകുന്നത് ഒരുപാട് ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം അന്താരാഷ്ട്ര കുറ്റവാളികളിലേക്ക് തന്നെ എത്തി നിൽക്കുന്ന ഒരു കേസിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഈ പോയവരുടെ പൈസ ഒന്നും തന്നെ കിട്ടിയില്ല. ഇപ്പോൾ ഈ 7 കോടി രൂപ തട്ടിപ്പിനിരയായവരുടെ ഈ ആളുകളെ പിടിച്ചപ്പോൾ ഇവരുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഏകദേശം 40 ലക്ഷം രൂപയോളം മാത്രമേ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അതവര് അക്കൗണ്ടുകൾ സീസ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 40 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തേക്ക് മറ്റു തുക, ഈ ഓൺലൈൻ തട്ടിപ്പുകളിൽ ഇരയാവുന്ന തുക തിരിച്ചു പിടിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ പിടിയിലാകുന്ന പ്രതികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവര് ആദ്യഘട്ടത്തിൽ ഈ തട്ടിപ്പിന് ഇരയാകുന്നു. ഇതിൽ മുഹമ്മദ് അനസ്, ഒപ്പം പ്രവീഷ്, അബ്ദുൾ സമദ് എന്നിവ കോഴിക്കോട് സ്വദേശികളാണ്. ഈ ചേർത്തല കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസിന്റെ പിടിയിലാകുന്നത്. പിന്നീട് അന്യ സംസ്ഥാനക്കാരായ ഭഗവാൻ റാമിനെ പിടികൂടി, നിർമ്മൽ ജെയിൻ, ഇവർ രണ്ടുപേരെ പിടികൂടുന്നു. ഇവരിൽ നിന്നും ഒക്കെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ ബാക്കിയുള്ള ആളുകളിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നത്. പക്ഷെ അവരെ പിടിക്കുമ്പോഴും അവരെ ഈ ഗുജറാത്തിൽ മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട്, വിശാഖപട്ടണത്തെയൊക്കെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്ത് വരുമ്പോഴാണ് ഈ കേരളത്തിലുള്ള സംഭവങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ നൽകുന്നത്. കൂടുതലും ഇതിന്റെ കണ്ണികൾ അന്യ സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ് അടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. ഇവരെ കണ്ടെത്തുകയോ ഇവരുടെ അക്കൗണ്ടുകൾ തേടി, അല്ലെങ്കിൽ ഈ അഡ്രസ്സിലുള്ള അക്കൗണ്ട് അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകളുടെ അഡ്രസ്സുകൾ തേടി എത്തുമ്പോൾ അങ്ങനെ ഒരു സംഭവം പോലും ഇല്ലാത്ത രീതിയിൽ, വ്യാജമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അന്വേഷണ സംഘം. ഈ കേസിനകത്തും പോലീസിന് വലിയ പാടായിരുന്നു ആളുകളെ കണ്ടെത്താൻ. കാരണം ഈ സംഭവത്തിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഓരോ ഘട്ടത്തിലും വഴിതിരിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. അതായത് ഇവരുടെ ഫോണിലെ ഇട്ടിരുന്ന സിം കാർഡുകൾ, ഫോണിന്റെ ട്രാൻസാക്ഷൻ വേണ്ടിയുള്ള, ഇപ്പോൾ ഫോൺ പേ പോലെയുള്ള അങ്ങനെയുള്ള മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ, അതൊക്കെ എടുത്തിരിക്കുന്നത് എല്ലാം ഈ തായ്വാനിൽ നിന്നാണ്. ഇവർ ഈ സാധനങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യുകയും എല്ലാ ആപ്ലിക്കേഷൻസും ഇവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോലീസിന് ഈ പ്രതികൾ അവിടെയാണ് എന്നുള്ള രീതിയിലാണ്. നമുക്കറിയാലോ, അന്താരാഷ്ട്ര നിയമങ്ങളെ മറികടന്നുകൊണ്ട് ഓരോ നോട്ടീസ്, ഇപ്പൊ റെഡ് കോർണർ ആണെങ്കിലും ബ്ലൂ കോർണർ ആണെങ്കിലും നോട്ടീസുകളൊക്കെ പുറപ്പെടുവിച്ചു വേണം ഇവരിലേക്ക് എത്താൻ. അത്തരത്തിൽ എത്തുക എന്നുള്ളത് ഒരു ശ്രമകരമായ പ്രൊസീജിയർ തന്നെയാണ്. കൃത്യമായ തെളിവുകളില്ലെങ്കിൽ ഒരിക്കലും അന്വേഷണ സംഘത്തിന് അത്തരത്തിൽ അനുമതി കിട്ടത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഇവർ ഇവിടെയുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയാത്ത രീതിയിൽ അന്വേഷണ സംഘം കുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ ഇപ്പോൾ മറികടന്നിട്ടാണ് ഈ തട്ടിപ്പ് സംഘത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവർ മാത്രമല്ല, ഇവരുടെ കൂടെ ഈ തായ്വാൻ പോലെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഈ അന്താരാഷ്ട്ര കുറ്റവാളികളിലേക്ക് വരെ പോലീസിന് എത്താൻ കഴിഞ്ഞത്. ഇതിന് പിന്നിൽ മലയാളി യുവാക്കളുമുണ്ട്. ചൈനീസ് പൗരന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഓൺലൈൻ തട്ടിപ്പ് നടന്നത്. പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞെങ്കിലും പക്ഷേ ഈ തട്ടിപ്പ് പണം പിടിച്ചെടുക്കാൻ പോലീസിന് കഴിയുമോ? കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേരളത്തിൽ മാത്രം 500 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതിൽ 5% തുക മാത്രമാണ് ഇതുവരെയും പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.